ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന നിംഹാൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. ഇപ്പോൾ ഓൾറെഡി എക്സാം സെന്ററിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. ഇന്നലെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ദേവസ്വം എക്സാമിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അതിന് ബാക്കിയായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേഷ്യന്റ് ലൈ ഓൺ ഹിസ് ഓർ ഹെർ ലെഫ്റ്റ് സൈഡ് while the right thigh is flexed backward, extending the hip due to inflammation of peritoneum and psoas muscle themselves is called. Options: Rossing sign, Blumberg sign, rebound tenderness, psoas sign. അപ്പൊ ഇവിടെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ സോസ് സൈൻ ആണ്. സോസ് സൈനിലാണ് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെയിൻ വരുന്നത് റൈറ്റ് ലോവർ ക്വാഡ്രന്റിലാണ്. അപ്പൻഡിസൈറ്റിസ് പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അസുഖം തന്നെയാണ്. പെയിൻ കൂടിയിട്ട് ചിലപ്പോൾ ആ ഒരു അപ്പൻഡിസൈറ്റിസ് ആ ഒരു ഭാഗം പൊട്ടി, അപ്പൻഡിക്സ് എന്നുള്ള ഭാഗം പൊട്ടിയിട്ട് പെരിറ്റോണൈറ്റിസ് ആകാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലമേഷൻ, ഡെത്ത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ പെയിൻ വരുമ്പോൾ കാലിങ്ങനെ റൈറ്റ് ലെഗ് ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് സ്ട്രെയിറ്റ് വെച്ചാൽ പേഷ്യന്റിന്റെ പെയിൻ കുറയുന്നുണ്ട്. കാരണം ഇവിടെ ഒരു സോസ് മസിൽ ഉണ്ട്. സോസ് മസിൽ എന്ന് പറയുമ്പോൾ ലോവർ റിംബ് റീജിയൻ ഓഫ് ദ സ്പൈനിൽ ഉണ്ടാകുന്ന മസിലാണ്. അപ്പൊ ഈ ഭാഗത്ത് മൊത്തമായിട്ട് കാണുന്ന ഒരു മസിലാണ് സോസ് മസിൽ. ഈ തൈ, പെൽവിസ്, ഫീമറിലൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു മസിലാണ്. ആ മസിലിന് അവിടെയും ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പൊ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടി കാലിങ്ങനെ നിവർത്തി വെക്കുന്നതാണ് സോസ് സൈൻ. അപ്പൊ റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ ആണ് അപ്പൻഡിസൈറ്റിസ്. ആ ഒരു മാക്ബർണീസ് പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. ആ റൈറ്റ് സൈഡിലെ പോയിന്റ് ആണ് മാക്ബർണീസ് പോയിന്റ്. അപ്പം ഇവിടെ റോസിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റോസിംഗ് സൈൻ അതായത് ഇവിടെ പേഷ്യന്റിന്റെ വേദന റൈറ്റ് ക്വാഡ്രന്റിലാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ലെഫ്റ്റ് ക്വാഡ്രന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇലിയാക് ഫോസയിൽ അവിടെ ഒരു പാൽപേഷൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഇൻഡസ്റ്റൈനൽ കണ്ടൻസ് അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പാസ് ചെയ്തിട്ട് പെയിൻ വരുന്നത് റൈറ്റ് ലോവർ ക്വാഡ്രന്റിലാണ്. പക്ഷെ പ്രസ് ചെയ്യുന്നത് ലെഫ്റ്റിലാണ്. പക്ഷെ പേഷ്യന്റിന് പെയിൻ വരുന്നത് റൈറ്റ് ക്വാഡ്രന്റിലാണ്. ഈ ഒരു സൈനിന്റെ പേരാണ് റോഫ്സിംഗ് സൈൻ എന്നുള്ളതാണ് ഈ സൈനിന്റെ പേര്. പ്രസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, പക്ഷെ വേദന പേഷ്യന്റിന് അനുഭവിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അതാണ് റോഫ്സിംഗ് സൈൻ അപ്പൻഡിസൈറ്റിൽ കാണുന്നത്. ബ്ലംബർ സൈൻ എന്ന് പറയുമ്പോൾ റീബൗണ്ട് ടെൻഡർനെസ് സെയിം ആണ്. അതായത് റൈറ്റ് സൈഡിൽ വേദനയാണ്. റൈറ്റ് സൈഡിൽ പേഷ്യന്റിന് വളരെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വേദനയില്ല. റൈറ്റ് സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ വേദനയില്ല. പക്ഷെ പ്രസ് ചെയ്തിട്ട് കൈ എടുക്കുമ്പോൾ സിവിയർ പെയിൻ വരുന്നതാണ് ബ്ലംബർ സൈൻ. അതാണ് റീബൗണ്ട് ടെൻഡർനെസ്. സെയിം തന്നെയാണ് ബ്ലംബർ സൈൻ, റീബൗണ്ട് ടെൻഡർനെസ്. അല്ലെങ്കിൽ മാക്ബർണി സൈൻ എന്നും പറയുന്നുണ്ട്. മാക്ബർണി പോയിന്റ് ആണ്. അവിടെ പ്രസ് ചെയ്തിട്ട് മെല്ലെ കൈ എടുക്കുമ്പോഴുള്ള വേദനയാണ് മാക്ബർണി സൈൻ അല്ലെങ്കിൽ ബ്ലംബർ സൈൻ. അതും അല്ലെങ്കിൽ റീബൗണ്ട് ടെൻഡർനെസ് എന്ന് പറയാറുണ്ട്, പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എന്താ പറയുക അപ്പൻഡിസൈറ്റിസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേവസ്വം എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളൊന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് കോഡ് 104/2021 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ വരയ്ക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള രൂപത്തിൽ ഇവിടെ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും മാത്രം ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കോവാക്സിൻ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻ GK ആണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോവാക്സിൻ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് പറയാം. കോവാക്സിൻ ഇന്ത്യസ് ഇൻഡിജിനസ് COVID-19 വാക്സിൻ ഈസ് ഡെവലപ്ഡ് ബൈ. കോവാക്സിൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കമ്പനി ഏതാണ്? ഭാരത് ബയോടെക് ആണ് കേട്ടോ. കോവാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞാൽ കോവിഷീൽഡ് വാക്സിൻ ആണ്. ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞ കമ്പനി കോവിഷീൽഡ് വാക്സിന്റെ ആണ്. പനേഷ്യ ബയോടെക് എന്നുള്ളത് സ്പുട്നിക് വാക്സിൻ ആണ്. സ്പുട്നിക് റഷ്യയുടെ വാക്സിൻ ആണ്. അത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് പനേഷ്യ ബയോടെക് എന്നുള്ള കമ്പനിയാണ്.
സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ്. അപ്പൊ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യന് GK നിന്നാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് 21 തൊട്ട് നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എനിക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം ഇവര് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയായതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ആൻസറും വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക, കേൾക്കുക. ഓവർഡോസ് ഓഫ് ഹെപ്പാരിൻ ഈസ് ട്രീറ്റഡ് വിത്ത് എന്താണ്? പ്രൊട്ടാമിൻ സൾഫേറ്റ്. ഓവർഡോസ് ഓഫ് ഹെപ്പാരിൻ ഈസ് ട്രീറ്റഡ് വിത്ത് പ്രൊട്ടാമിൻ സൾഫേറ്റ്, അല്ലെങ്കിൽ ഹെപ്പാരിന്റെ ആന്റിഡോട്ട് ആണ് പ്രൊട്ടാമിൻ സൾഫേറ്റ്. അടുത്തത് പൊസിഷൻ യൂസ്ഡ് ഇൻ ചൈൽഡ് ബർത്ത് ആൻഡ് പെൽവിക് എക്സാമിനേഷൻ. കറക്റ്റ് ആൻസർ ലിത്തോട്ടമി പൊസിഷൻ ആണ് ചൈൽഡ് ബർത്തിനും പെൽവിക് എക്സാമിനേഷനും യൂസ് ചെയ്യുന്നത്. പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് എ നോർമലി സിറ്റുവേറ്റഡ് പ്ലാസന്റ ആഫ്റ്റർ 28th വീക്ക് ഓഫ് പ്രഗ്നൻസി. കറക്റ്റ് ആൻസർ അപ്രപ്ഷ്യോ പ്ലാസന്റയാണ് പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് എ പ്ലാസന്റ ആഫ്റ്റർ 28th വീക്ക് ഓഫ് പ്രഗ്നൻസി. അപ്രപ്ഷ്യോ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസന്റ ലൈങ് ഇൻ ദ ലോവർ സൈഡ് ഓഫ് ദ യൂട്രസ്, ദാറ്റ് ഈസ് പ്ലാസന്റ പ്രീവിയ. നമ്മളത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ടൈപ്സ് ഒക്കെ പറഞ്ഞതാണ്. എനിക്ക് ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിമം റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ഇൻ വാട്ടർ. കറക്റ്റ് ആൻസർ 0.5 mg/L ആണ്. 0.5 mg/L. ദ മിനിമം റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ഇൻ വാട്ടർ എത്രയാണ്? 0.5 mg/L. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടീരിയൽ സർക്കുലേഷൻ ഈസ് എൻഷുർഡ് ബിഫോർ ടേക്കിംഗ് സാമ്പിൾ ഫോർ ABG അനാലിസിസ് ബൈ. കറക്റ്റ് ആൻസർ അലൻസ് ടെസ്റ്റ് ആണ്. ആർട്ടീരിയൽ സർക്കുലേഷൻ ഈസ് എൻഷുർഡ് ബിഫോർ ടേക്കിംഗ് സാമ്പിൾ ഫോർ ABG അനാലിസിസ് ബൈ അലൻസ് ടെസ്റ്റ്. ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അലൻസ് ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ ആർട്ടീരിയൽ സർക്കുലേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അലൻസ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ പ്രസ് ചെയ്തിട്ടൊന്ന് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു റേഡിയൽ ആർട്ടറിയും അൾനാർ ആർട്ടറിയും ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യും. അപ്പൊ റിലീസ് ചെയ്തിട്ട് ഒരു 5 മുതൽ 15 സെക്കൻഡിനുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ കയ്യിലേക്ക്, പാം ഓഫ് ദ ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് ആർട്ടറിയിൽ പങ്ക്ചർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിസപ്റ്റേഴ്സ് വിച്ച് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് പൊസിഷൻ ഓഫ് ബോഡി ആൻഡ് സെൻസ് ഓഫ് ഇക്വിലിബ്രിയം ഈസ്. കറക്റ്റ് ആൻസർ പ്രൊപ്രിയോസെപ്റ്റേഴ്സ് ആണ്. Proprioceptors ആണ് the receptors which provide information about the position of body and sense of equilibrium, that is proprioceptors. Next question, a condition in which a person perceives the sight of rope as snake. ഒരു കയറ് കണ്ടിട്ട് സ്നേക്ക് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, ഇല്യൂഷൻ. അവിടെ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിനെ മാറുന്നതാണ്. പക്ഷെ വസ്തു ഇല്ലാതെ നമ്മൾ കാണുന്നതാണ് ഹാലുസിനേഷൻ. Next question, the valve located between the left atrium and left ventricle. ലെഫ്റ്റ് ആർട്ടറിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ഏതാണെന്ന് ചോദിക്കുന്നത് മിട്രൽ വാൽവാണ്. ലെഫ്റ്റ് ആർട്ടറിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളും വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് ആർട്ടറി ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ളത് മിട്രൽ വാൽവാണ്, അല്ലെങ്കിൽ അതർ നെയിം ഓഫ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത് ബൈക്കസ്പിഡ് വാൽവാണ്. റൈറ്റ് ആർട്ടറിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ളത് ട്രൈക്കസ്പിഡ് വാൽവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാഫിക് റെക്കോർഡിംഗ് ഓഫ് പ്രോഗ്രസ് ഓഫ് ലേബർ. കറക്റ്റ് ആൻസർ പാർട്ടോഗ്രാം ആണ്. ഗ്രാഫിക് റെക്കോർഡിംഗ് ഓഫ് പ്രോഗ്രസ് ഓഫ് ലേബർ എന്നുള്ളത് പാർട്ടോഗ്രാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെൽത്ത് പ്രോഗ്രാം ഫോർ ചൈൽഡ് ഹെൽത്ത് സ്ക്രീനിങ് ആൻഡ് ഇയർലി ഇന്റർവെൻഷൻ സർവീസസ്. ദ ഹെൽത്ത് പ്രോഗ്രാം ഫോർ ചൈൽഡ് ഹെൽത്ത് സ്ക്രീനിങ് ആൻഡ് ഇയർലി ഇന്റർവെൻഷൻ സർവീസസ് എന്നുള്ളത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമമാണ്. RBSK ആണ് ഹെൽത്ത് പ്രോഗ്രാം. ചൈൽഡിന് സ്ക്രീനും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ സ്ക്രീൻ ചെയ്യുന്നതൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ് RBSK, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. RKSK എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം. ഒരു 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ കിഷോർ എന്നാണ് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയ കിഷോർ എന്ന് പറയുമ്പോൾ അത് ഒരു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ സിറം പൊട്ടാസ്യം വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ. കറക്റ്റ് ആൻസർ 3.7 to 5.2 milliequivalent/liter. 3.7 to 5.2 milliequivalent/liter. Next question, the ideal technique of roller bandage application for the extended joints. Correct answer figure of 8 ആണ്. Figure of 8 ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. The ideal technique of roller bandage application for the extended joints figure of 8 ആണ്. അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഈ ഫിഗർ ഓഫ് 8 എന്ന് പറയുന്നത് നമ്മൾ ബാൻഡേജ് ചുറ്റുമ്പോൾ ആ ഒരു രീതിയിലാണ് ചുറ്റേണ്ടത്. ബാൻഡേജ് ഇൻ വിച്ച് ടേൺസ് ക്രോസ് ഈച്ച് അതർ ലൈക്ക് ഫിഗർ 8 യൂസ്ഡ് ടു റീറ്റെയിൻ ഡ്രസ്സിംഗ് പ്രഷർ ഓഫ് ജോയിന്റ്സ്. ഫിഗർ 8 പോലെ ക്രോസ് ചെയ്തിട്ട് ചുറ്റുന്നതാണ് ഫിഗർ ഓഫ് 8 എന്നുള്ള മെത്തേഡ്.
Next question, the fetal skeletal shadow can be seen on X-ray by. കറക്റ്റ് ആൻസർ 16 വീക്ക്. 16 ആഴ്ചയിലാണ് ഫീറ്റൽ സ്കെൽറ്റൽ ഷാഡോ എക്സ്റേയിൽ കാണുന്നത്. 16 ആഴ്ചയിലാണ്, 4 മാസത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് പെർ മിനിറ്റ് ഈസ് ടേംഡ് ആസ്. കറക്റ്റ് ആൻസർ കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് ആണ് ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് പെർ മിനിറ്റ് എന്ന് പറയുന്നത് കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വെൽ വാട്ടർ ഈസ് എസ്റ്റിമേറ്റഡ് ബൈ. കറക്റ്റ് ആൻസർ ഹൊറോക്സ് അപ്പാരറ്റസ്. ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വെൽ വാട്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഹൊറോക്സ് അപ്പാരറ്റസ് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ സീൻ ഇൻ ഡയബറ്റിക് കീറ്റോസിഡോസിസ്. ഡയബറ്റിക് കീറ്റോസിഡോസിലുള്ള റെസ്പിറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കുസുമോൾ റെസ്പിറേഷൻ ആണ്. കുസുമോൾ റെസ്പിറേഷൻ ആണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ കുസുമോൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. കുസുമോൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഷാളോ ബ്രീത്ത്, സൈ ബ്രീത്ത് ആയിരിക്കും. അങ്ങനത്തെ ഒരു സൈ ബ്രീത്ത്, റാപ്പിഡ് ഷാളോ ബ്രീത്ത് ആണ്. ആസിഡിറ്റി കൂടുമ്പോൾ ആ ബ്രീത്ത് സ്ലോ ആയിട്ട് ഡീപ്പർ ആൻഡ് ലേബേർഡ് ബ്രീത്തിങ് ആവും. എയർ ഹങ്കർ വരും. അതാണ് കുസുമോൾ റെസ്പിറേഷൻ. ഡയബറ്റിക് കീറ്റോസിഡോസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ റിലീസ്ഡ് ഡ്യൂറിങ് അലർജിക് റിയാക്ഷൻ. IgE ആണ്. എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ റിലീസ്ഡ് ഡ്യൂറിങ് അലർജിക് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് അബോർഷൻ ഹാസ് സ്റ്റാർട്ടഡ് ബട്ട് നോട്ട് യെറ്റ് റീച്ച്ഡ് ആൻ ഇറിവേഴ്സിബിൾ സ്റ്റേജ്. റിവേഴ്സിബിൾ സ്റ്റേജിലേക്ക് എത്താതെ, അതുവരെ എത്തിയിട്ടില്ല, അതുവരെ എത്താത്ത ഒരു അബോർഷനാണ്, അബോർഷൻ ടൈപ്പാണ് ത്രട്ടൻഡ് അബോർഷൻ. അതായത് അത് തിരിച്ചു വരാവുന്ന ഒരു സ്റ്റേജിലാണത്. അതാണ് ത്രട്ടൻഡ് അബോർഷൻ. അടുത്ത ചോദ്യം, 1 gram of protein gives 4 calories. 1 gram of protein gives 4 calories. Next question, the characteristic feature seen in scrub typhus. സ്ക്രബ് ടൈഫസിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണ്? എസ്കാർ ആണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സീൻ ഇൻ സ്ക്രബ് ടൈഫസ്. ആ ഒരു നമ്മുടെ സ്കിന്നിൽ എസ്കാർ ഫോർമേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ECG rhythm showing a flat line in the monitor indicates. ഫ്ലാറ്റ് ലൈൻ വരികയാണെങ്കിൽ എന്താണ് ECGയിൽ? അസിസ്റ്റോൾ ആണ്. ഒരു ഫ്ലാറ്റ് ലൈൻ ആണ് അസിസ്റ്റോൾ. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താണ് നമ്മൾ ഷോക്ക് കൊടുക്കരുതെന്ന് പറയും. അസിസ്റ്റോൾ ആകുമ്പോൾ CPR മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഷോക്ക് കൊടുക്കരുതെന്ന് പറയും അസിസ്റ്റോളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് എനിമ വിച്ച് റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ ഓഫ് ടിഷ്യൂസ്. ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന എനിമയാണ് ഏത്? ആസ്ട്രിഞ്ചന്റ് എനിമ കൺട്രോൾ ടിഷ്യൂ ഇൻഫ്ലമേഷൻ ആൻഡ് ബ്ലഡ് വെസൽ ഇൻഫ്ലമേഷൻ, ബ്ലീഡിങ് ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കുന്ന എനിമയാണ് ആസ്ട്രിഞ്ചന്റ് എനിമ. പർഗേറ്റീവ് എനിമ എന്ന് പറയുമ്പോൾ സ്റ്റൂൾ ഇവാക്വേഷൻ ക്ലെൻസിങ് എനിമയാണ് പർഗേറ്റീവ് എനിമ. സ്റ്റൂൾ ഇവാക്വേഷൻ ചെയ്യുന്ന എനിമയാണ് പർഗേറ്റീവ് എനിമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി. 10 to 12 kg ആണ്. 10 to 12 kg ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among these is not included in ബ്രാഡൻ സ്കെയിൽ. ബ്രാഡൻ സ്കെയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എഡിമയാണ്. ബ്രാഡൻ സ്കെയിലിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എഡിമയാണ്. ബ്രാഡൻ സ്കെയിൽ ബെഡ്സോർ അസസ് ചെയ്യുന്ന സ്കെയിലാണ് ബ്രാഡൻ സ്കെയിലിൽ. അതിനകത്ത് എഡിമ വരുന്നില്ല. സെൻസറി പെർസെപ്ഷൻ, മോയിസ്ചർ, ന്യൂട്രീഷൻ ഒക്കെ വരുന്നുണ്ട്. എഡിമ വരുന്നില്ല. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഹെൽത്ത് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ്. കറക്റ്റ് ആൻസർ കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. ഹെൽത്ത് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് ഏതാണ്? കർത്താർ സിംഗ് കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് COVID-19 വാക്സിൻ ഏതാണ്? ഇൻട്രാമസ്കുലർ ഓവർ ഡെൽറ്റോയിഡ്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് COVID-19 വാക്സിൻ ഏതാണ്? ഇൻട്രാമസ്കുലർ ഓവർ ഡെൽറ്റോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the gauge size of a green colored IV cannula. Green color IV cannula gauge size 18 ആണ്. 18 ആണ് ഗ്രീൻ കളർ IV cannula. ഗ്രേ ആണെങ്കിൽ ഏതാണ്? 16 ആണ്. ഗ്രേ ആണ് 16. പിങ്ക് ആണെങ്കിൽ 20 ആണ്. ബ്ലൂ ആണെങ്കിൽ 22 ആണ്. 22 ആണ്. 18 ഗ്രീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a child becomes socialized through the family in early childhood years is a process of. Correct answer, primary socialization. Child becomes socialized through the family in the early childhood years in a process of primary socialization. Next question, Bell's palsy is associated with the weakness of.
കറക്റ്റ് ആൻസർ സെവൻത് ക്രാനിയൽ നെർവ്. സെവൻത് ക്രാനിയൽ നെർവ് വീക്ക്നെസ് ആണ് ബെൽസ് പാൾസി. ഫിഫ്ത് ക്രാനിയൽ നെർവ് ആണ് ട്രൈജെമിനൽ നെർവ്. 10th ക്രാനിയൽ നെർവ് ആണ് വാഗസ് നെർവ്. 5th ക്രാനിയൽ നെർവ് ആണ് ട്രൈജെമിനൽ നെർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ESI ആക്ട് കെയിം ഇൻ ടു ഇഫക്ട് ഓൺ. കറക്റ്റ് ആൻസർ 1948. 1948 ESI ആക്ട് നിലവിൽ വന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഇന്ന് വൈകുന്നേരമുള്ള നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യനെങ്കിലും അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.